മൂലം മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഞാൻ വളരെയധികം വിഷമത്തിലായതുകൊണ്ടാണ് ഇത് എഴുതുന്നത്. എൻ്റെ മകൾ വിവാഹപ്രായമായി. വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിവാഹത്തിന് എതിർപ്പായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവൾക്ക് ഒരു അഫെയർ ഉണ്ടെന്നറിഞ്ഞു. കുറേ പ്രശ്നമൊക്കെയായി. ഇപ്പോൾ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നവൾ പറഞ്ഞു. പക്ഷേ കല്യാണം തന്നെ വേണ്ട എന്ന് പറയുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. വലിയ സങ്കടത്തിലാണ്. ഞാൻ അവളുടെ ഉമ്മയാണ്. ഈ വിവരം എനിക്ക് മാത്രമാണ് അറിയുക. അവളുടെ ഉപ്പാക്കറിയില്ല, പറയാനും കഴിയില്ല. ഉപ്പാൻ്റെ വിഷമം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്തെങ്കിലും വഴി പറഞ്ഞു തരണം. നമ്മളിപ്പോൾ ഇവൾ ചെയ്തത് വളരെ ഒരു തെറ്റായ കാര്യം തന്നെയാണ്. ഒരു പ്രേമമുണ്ടായി എന്നുള്ളത്. ഇത്തരം അച്ചടക്കമുള്ളൊരു കുടുംബത്തിൽ നിന്നൊരു കുട്ടി പുറത്തു പോകുമ്പോൾ നിരന്തരമായിട്ട് പാരൻസ് അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരിക്കും, മോളെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ആരെയും ഒരു ഫ്രണ്ട്ഷിപ്പിന് പോകരുതെന്ന്. എന്നിട്ടും അവൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോയി എന്നുള്ളത് ഒരു തെറ്റു തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പെൺകുട്ടികൾ പുറത്തിറങ്ങി പോകുമ്പോൾ ഇത് സംഭവിക്കാനുള്ള സാധ്യത നമ്മുടെ ചുറ്റുപാടിലേറെയാണ്. മാത്രമല്ല, ഇന്നത്തെ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ആ ഫോണിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലുള്ളതൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇത്തരം ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. അതൊരു പക്ഷേ ഇവർ താല്പര്യമെടുത്തിട്ടാവാം. അതെങ്കിലും അവരെ പ്രേമിക്കുന്നവർ പ്രത്യേകം താല്പര്യമെടുത്തൊരു പെൺകുട്ടിനെ ഞാൻ അവളെ പ്രേമിച്ചേ തീരൂ എന്നൊരുത്തൻ മനസ്സിൽ വെച്ചാൽ എന്നെങ്കിലും ഒരിക്കൽ അവളെ വീഴ്ത്തിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കാം? സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണെന്ന് വിചാരിച്ചാൽ അതിൽ വിഷമിച്ചും ദുഃഖിച്ചും ഇരുന്നിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ സഹോദരി പറയണത് ഒരു നിസ്സഹായാവസ്ഥയാണ് ഒരു ഉമ്മ എന്നുള്ളതിലേക്ക്. ഞാൻ എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൾക്കും അതേ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട്. ആർക്ക്? ഈ പെൺകുട്ടി. അവൾ ഇപ്പോൾ ഈ പ്രേമത്തിൽ പെട്ടുപോയതുകൊണ്ട് അത് വേണ്ടെന്ന് പറയാൻ അവൾക്ക് കഴിയുന്നില്ല. ഇനി അത് ഒഴിവാക്കിയാൽ വേറൊരാൾ ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുമോ എന്നുള്ള ഭയം അവൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവളെ രക്ഷിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് രക്ഷിച്ചെടുക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, നിൻ്റെ ഭാവി ജീവിതത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്നെന്ത് ചെയ്യണം? റീസണബിളായി അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ വെച്ചുകൊണ്ട് അവളെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ അവൾ നോ പറയും. അത് സംശയമില്ല. കാരണം അവർക്ക് അവരുടെ ജീവിതം വളരെ വലുതാണ്. അത് അവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അതുണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ പറയണത്, ഇപ്പോഴും ഈ ഉമ്മ ചെയ്യേണ്ട കാര്യം, കാരണം അവൾ ഇതിൽ നിന്ന് മാറി വരില്ലേ എന്നത് നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ട് മാറി വരില്ല എന്ന് നമുക്ക് 100% ഉറപ്പാകുമ്പോഴാണ് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അത് കല്യാണമാക്കണോ നടത്തണോ വേണ്ടതൊക്കെ. നേരെ വെച്ച് മാറി വരും എന്നാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിച്ചില്ലേ. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് കോഴ്സുകൾ, അതേപോലെ അവർക്കുള്ള റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, അതല്ലെങ്കിൽ അവരോട് വളരെ വിദഗ്ധമായി സംസാരിക്കാൻ പറ്റുന്ന ലേഡീസോ ജെൻസോ ആയിട്ടുള്ള കൗൺസിലേഴ്സ്, അപ്പോൾ ഇത്തരം ആളുകളിലേക്ക് കൊണ്ടു ചെന്നിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ പതിവും ഇങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യും, അങ്ങനെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പ്രേമം ഒഴിവാക്കാനാണല്ലോ എന്ന നിലക്ക് അവരെന്ത് ചെയ്യും, പോകാൻ തയ്യാറായിരിക്കും. ഇനി പോയാൽ തന്നെ അവരോട് സംസാരിക്കാൻ എന്താവില്ല, തയ്യാറാവില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഒക്കെ ഞാൻ സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ സമ്മതിച്ചിട്ട് അവരെന്ത് ചെയ്യും, തിരിച്ചു വന്നിട്ട് വരും. ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വിചാരിച്ചാൽ, പിന്നെ സത്യസന്ധമായിട്ട് മകളോട് പറയാം, എന്തായാലും നീ ഇതിൽ കുടുങ്ങിപ്പോയി, ഞങ്ങൾക്കിത് നടത്തി തരാനും പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഏതെങ്കിലും നിലക്ക് നിനക്കിത് ബോധ്യപ്പെട്ട് നിൻ്റെ ഇഷ്ടത്തോടു കൂടെ നിനക്കിതിന്ന് പിന്തിരിയാൻ പറ്റുകയാണെങ്കിൽ നിനക്ക് പിന്തിരിഞ്ഞൂടെ? അതെ, അല്ലെങ്കിൽ പിന്തിരിയേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം, അത്തരത്തിലൊരു സംസാരത്തിന്, ഇതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു സംസാരത്തിന് ദയവ് ചെയ്യിച്ച് ഞങ്ങൾക്ക് വേണ്ടി നീ തയ്യാറാവണം. അതിന് നീ സംസാരിക്കാൻ റെഡിയാവണം. അവിടുന്ന് എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചോളാം എന്ന് പറയുമ്പോൾ ഏത് പെൺകുട്ടിയെ സമ്മതിക്കാർക്ക്? കാരണം അവളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയാണല്ലോ. അത് പോസിറ്റീവായിട്ട് നെഗറ്റീവാകട്ടെ. അപ്പോൾ അവരെന്ത് ചെയ്യും, സത്യസന്ധമായി അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം എന്താണെന്ന് അവർ പറയും. അപ്പോൾ നല്ലൊരു ദീനിയായിട്ട് അറിയുന്ന ഒരു നല്ല മനഃശാസ്ത്രമായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവളുടെ ആ മനസ്സിൽ നിന്നുകൊണ്ട് അവളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അവളുടെ ആ ഒരു അവസ്ഥ, നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ, അതിൽ നിന്നുകൊണ്ട് അവളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അത് അവൾ അതിന് വഴങ്ങും, അവൾ കേൾക്കും. അപ്പോൾ അത് സാധ്യമല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം ശ്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്
നമ്മൾ നിരാശപ്പെടുകയും വിഷമിക്കുകയൊക്കെ ചെയ്യേണ്ടത്. സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ദീനീ ബോധത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഇതേ സമാനമായ മറ്റൊരു അനുഭവം, അത് പ്രണയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അവൾ 10ൽ പഠിക്കുമ്പോൾ ഒരാളുമായി പ്രണയത്തിലായി. ഇനി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവളെ കൗൺസിലിംഗ് നടത്തി. പിന്നെയും പിടിച്ചു. അവൾക്ക് ഇത്തരം ക്ലാസ്സുകൾ കേൾപ്പിക്കാറുണ്ട്, എപ്പോഴും കേൾപ്പിക്കാറുണ്ട്. ഞാനും കേൾക്കാറുണ്ട്. പ്രണയത്തെ പറ്റിയുള്ള എല്ലാ ക്ലാസ്സുകളും കേൾപ്പിക്കാറുണ്ട്. ഇനി അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് കരുതി ഫോണും കൊടുത്തു. അവൾ എൻട്രൻസിന് പഠിക്കുകയായിരുന്നു. 20 വയസ്സുണ്ട്. അവനെ മറക്കാൻ പറ്റില്ല, വേറെ കല്യാണം വേണ്ട, ഞാനിങ്ങനെ ജീവിക്കും എന്നാണ് അവൾ പറയുന്നത്. ഇനി എനിക്ക് അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ അറിയൂല. പക്ഷേ ഞാൻ പല ക്ലാസ്സുകൾ, ഇപ്പോൾ ഹാരിസ് മൗലവിയുടെ ക്ലാസ് തന്നെ അവരെ കേൾപ്പിക്കാറുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒന്നും കേൾക്കുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ നമ്മൾ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത്, ഒരു പ്രേമമുണ്ടായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ഒഴിവായി പോകും എന്ന തെറ്റിദ്ധാരണ ആണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ള അപകടം. അതൊരിക്കലും സംഭവിക്കില്ല. ഒരു പ്രേമം ഉണ്ടായിട്ട് അത് ഒഴിവായി പോകണമെന്നുണ്ടെങ്കിൽ അതിന് അപൂർവമായ ചില കാരണങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ പ്രേമിക്കുന്നു. അപ്പോൾ അയാൾ ഇവളെ പ്രേമിക്കുന്ന സമയത്ത് തന്നെ വേറെ ഒരു സ്ത്രീയുമായി ഇതേപോലെ പ്രേമബന്ധങ്ങളുണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ എന്തു ചെയ്യും? സ്വാഭാവികമായി അവൾ എന്തു ചെയ്യും? വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഒഴിവായി പോകണം. അപ്പോഴും ആ പെൺകുട്ടിനെ ഒഴിവാക്കിയിട്ട് ഇവനെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് ഇവളെന്ത് ചെയ്യുക? ചില ആളുകൾ പ്രേമത്തിൻ്റെ മൂർധനിൽ നിൽക്കുന്നവർ വീണ്ടും ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവരിപ്പോൾ അത് ഒഴിവാക്കിയെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അവർ ഒഴിവാക്കി എന്ന് പറയുന്നത് കളവല്ല കേട്ടോ. അവരപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക. പക്ഷെ അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല. എപ്പോൾ അവൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് വന്നോ അത് വീണ്ടും പുതുക്കപ്പെടും. അപ്പോൾ അവളവിടെ പറഞ്ഞത് കളവാന്നല്ല, അവൾ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അവൾക്കൂടെ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇടപെട്ട് ബോധ്യപ്പെടുത്തി. പൊതുവേ നമ്മൾ അഫെയറിലുള്ള പ്രശ്നങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്തി കളയുമ്പോൾ പൊതുവെ പെൺകുട്ടികളോട് നമ്മൾ ചോദിക്കും, ഇപ്പം ഞാനിതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി, ഇപ്പം എനിക്ക് എന്താ അവനോട് തോന്നുന്നു? എനിക്ക് വെറുപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ വെറുപ്പ് തോന്നാൻ കാരണം വെച്ചു? ഞാൻ വളരെ മാന്യമായി ജീവിച്ച് വാപ്പനെയും വേണ്ടിയിട്ടൊക്കെ നല്ല ബന്ധത്തിൽ പോകുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ എന്നെ പറ്റി ഒരു മോശം ധാരണ ഉണ്ടാകാൻ ഇവനെ കാരണം. കാരണം ഞാൻ അതിലേക്കൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇവൻ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഇതിൽ പെടുത്തിയതാണ്. മനസ്സിലായി? പിന്നെ മാത്രമല്ല, എന്തായിരുന്നാലും എന്താണ്, ഇപ്പോൾ ഇവൻ എന്നോട് ഈ കാണിക്കണ പോലെ തന്നെ പല പെൺകുട്ടികളോടും കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് അവൻ്റെ ഒരു ഹോബി എന്നേ ഞാൻ മനസ്സിലാക്കണുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും എനിക്കിത് അവനോടൊരു താല്പര്യം എനിക്ക് തോന്നണില്ല എന്ന് പറയും. പിന്നെ അവൻ എന്താ വെച്ചാൽ, ഞാനിത് മനസ്സിലാക്കിയപ്പോൾ പൊതുവെ ദീനിയായിട്ടൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. അവൻ്റെ നിസ്കാരവും കാര്യങ്ങളൊന്നും അത്ര കണിശതയും കൃത്യതയും ഇല്ല. പിന്നെ പലപ്പോഴും അവൻ സെക്ഷുവലായിട്ട് എന്നെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പല പല പോയിൻറ്റ്സ് അവരെന്നെ നമ്മളോട് പറയും. അപ്പോൾ എന്തായിരിക്കും ആ ഘട്ടത്തിൽ? എന്താണ്, ഇതുവരെ ഈ ലോകത്തെ ഏറ്റവും വലിയ മിത്രം അയാളായിരുന്നു. ഇപ്പോൾ അവളുടെ ഏറ്റവും വലിയ ശത്രു അയാളാണ്. കാരണം അയാൾ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചൊരു വ്യക്തി എന്നുള്ള നിലക്ക് അവരുടെ മനസ്സ് ചേഞ്ച് ആവുകയാണ്. അത്രമാത്രം സാധ്യതകൾ എന്തുണ്ട് ഈ പ്രേമം ഒഴിവായി പോകുന്നതിനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അവരെ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത് ബോധ്യപ്പെടുള്ളൂ.